1 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ഇഞ്ചി, ഇത്രയുമാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നെയ്മീൻ്റെ ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മാങ്ങയാണ് ഇടുന്നത്. മാങ്ങ, ചെറിയ സവാള, താളിക്കാനായിട്ട് ചെറിയ സവാള, പച്ചമുളക്, കറിവേപ്പില. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ സവാള, ഉള്ളി അരച്ച് ചേർത്തുകൊണ്ടാണ് ചെറിയ സവാള താളിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ പച്ചക്കറിയൊക്കെ മാറി വരുന്നു ഇളക്കി കൊടുക്കാം. അധികം നിറം മാറാനായിട്ടില്ല. അതുപോലെ ഇന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ഈ അരപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ച് മിക്സ് ചെയ്ത് ജാറിന് അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയൊന്ന് ഇതിലേക്ക് ചൂടായി നല്ലതുപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി പോരാത്ത വെള്ളവും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാങ്ങയാണ് ഇടുന്നത്. അപ്പോൾ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മൂടി വെച്ച് തിള വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അതിനൊപ്പം തന്നെ മീനും നമുക്ക് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ ചെറിയ ഇതായതുകൊണ്ട് തന്നെ മുറിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചിലതൊക്കെ മാത്രം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് കറി നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കറി നല്ലപോലെ പറ്റിയിട്ടുണ്ട്.